നമസ്കാരം. 2025 ഫെബ്രുവരി 1, അതായത് ഇന്ന് മുതൽ UPI-ഐഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു. UPI-ഐഡികളിലോ ഇടപാട് ഐഡികളിലോ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ 2025 ഫെബ്രുവരി 1 ശേഷം പേയ്മെന്റുകൾ പരാജയപ്പെടുമെന്നും NCPA വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി 9 UPI ഇടപാടുകളിലെ മാറ്റം സംബന്ധിച്ച് NCPA ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ പുതിയ നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മുതൽ UPI ഇടപാട് ഐഡിയിൽ ആൽഫ ന്യൂമറിക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന സർക്കുലർ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രത്യേക പ്രതീകങ്ങളൊന്നും, അതായത് ക്യാരക്ടറുകളൊന്നും അതിന്റെ ഭാഗമാവരുത്. ഏതെങ്കിലും ഇടപാട് ഐഡിയിൽ പ്രത്യേക ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അത് നിരസിക്കും. ഇത്തരം ഇടപാടുകൾ കേന്ദ്ര സംവിധാനം സ്വമേധയാ തള്ളുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ജനപ്രിയ പേയ്മെന്റ് ആപ്പുകൾ ഓട്ടോമാറ്റിക്കായി UPI ID സൃഷ്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഉപയോക്താക്കൾക്ക് സ്വന്തമായി ഇഷ്ടാനുസൃത UPI ID സൃഷ്ടിക്കാനോ നിലവിലുള്ള ഐഡിയിൽ മാറ്റങ്ങൾ വരുത്താനോ ഉള്ള ഓപ്ഷൻ ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നിലവിലുള്ള UPI ഐഡിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്തം അതാത് കമ്പനികൾക്കാണ്. ഫെബ്രുവരി 1 ശേഷം നിങ്ങളുടെ UPI പേയ്മെന്റുകൾ തുടർച്ചയായി പരാജയപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ UPI ഐഡിയിലോ ഇടപാട് ഐഡിയിലോ ഉള്ള ഈ സ്പെഷ്യൽ ക്യാരക്ടറുകൾ മൂലമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ UPI ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏറ്റവും പുതിയ വേർഷനിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന്, UPIയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഫോൺ നമ്പർ 94 44 55 77 88 ആണെന്നും നിങ്ങളുടെ ബാങ്ക് HDFC ബാങ്ക് ആണെന്നും കരുതുക. പേയ്മെന്റ് ആപ്പുകൾ സ്വയമേവ നിങ്ങളുടെ UPI ഐഡികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 94 44 55 77 88 @OKHDFC ബാങ്ക് എന്നത് നിങ്ങളുടെ UPI ID ആകാം. എന്നാൽ ഇനി ഇതുവഴി ഇടപാട് നടത്താൻ കഴിയില്ല. 99 44 55 77 88 OKHDFC ബാങ്ക് പോലുള്ള ഐഡികൾക്ക് മാത്രമേ ഇനി സാധ്യതയുള്ളൂ. UPI ട്രാൻസാക്ഷൻ ഐഡികൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. എല്ലാ UPI പേയ്മെന്റ് സേവനദാതാക്കൾക്കും മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നുണ്ട്. UPI ഐഡികളിൽ പ്രത്യേക പ്രതീകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനവും UPI ഇക്കോസിസ്റ്റം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ്. NCPA പുറത്തുവിട്ട ഡാറ്റ പ്രകാരം UPI ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. UPI വഴിയുള്ള ഇടപാടുകളുടെ മൂല്യം 2024 ഡിസംബറിൽ 16.73 ബില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു. മുൻ മാസത്തേക്കാൾ 8% വർധനവാണ് ഇതെന്നാണ് കണക്കുകൾ.